BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈൻ ഇന്ത്യൻ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന മെയ്ക്ക് ഇൻ 2025 രജിസ്ട്രേഷൻ ആരംഭിച്ചു. മെയ് 2 ഇന്ത്യൻ ക്ലബ്ബിൽ നടക്കുന്ന മെയ്ക്ക് ഇൻ 2025 മത്സരത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ബഹ്റൈനിൽ താമസിക്കുന്ന 17നും 27 വയസ്സിന് ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് പങ്കെടുക്കാമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇന്ത്യൻ ക്ലബ്ബ് വർഷം തോറും സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ ഏറ്റവും ശ്രദ്ധേയ മെയ്ക്ക് ഇൻ മത്സരത്തിൽ ടൈറ്റിൽ വിന്നർ കൂടാതെ ഫസ്റ്റ് റണ്ണറപ്പ്, സെക്കൻഡ് റണ്ണറപ്പ്, ബെസ്റ്റ് സ്മൈൽ, ബെസ്റ്റ് ക്യാറ്റ് വാക്ക് എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലെ വിജയികൾക്കും സമ്മാനങ്ങൾ നൽകുന്നതായിരിക്കും. വിജയികൾക്ക് ക്യാഷ് പ്രൈസ്, ജ്വല്ലറി, ഗിഫ്റ്റ് ഹാമ്പേഴ്സ് തുടങ്ങിയവയടക്കമുള്ള സമ്മാനമായി നൽകും. കാഷ്വൽ വെയർ, എത്നിക് വെയർ, പാർട്ടി വെയർ എന്നിങ്ങനെ 3 റൗണ്ടുകളിലായിരിക്കും പ്രധാനമായും മത്സരം നടക്കുക. മത്സരത്തിലേക്കുള്ള രജിസ്ട്രേഷൻ ഫീസ് 10 ദിനാറാണ്. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ 10 ആയിരിക്കുമെന്നും പരിപാടിയിൽ വിവിധ കലാപരിപാടികൾ ഉണ്ടായിരിക്കുമെന്നും മെയ്ക്ക് ഇൻ 2025 സ്പോൺസർമാരെ ക്ഷണിക്കുന്നുവെന്നും ഇന്ത്യൻ ക്ലബ് പ്രസിഡന്റ് കേഷ്യസ് പെരേര, ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ഗോപകുമാർ PR, എന്റർടൈൻമെന്റ് സെക്രട്ടറി നന്ദകുമാർ, അസിസ്റ്റന്റ് എന്റർടൈൻമെന്റ് സെക്രട്ടറി റൈസൻ ബോഗീസ്, മെയ്ക്ക് ഇൻ ഇവന്റ് ചീഫ് കോർഡിനേറ്റർ താമരൈ കണ്ണൻ എന്നിവർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ത്യൻ ക്ലബ് പ്രസിഡന്റ് കാഷ്യസ് പെരേരയെ 39660475 എന്ന നമ്പറിലോ എന്റർടൈൻമെന്റ് സെക്രട്ടറി നന്ദകുമാറിനെ 3643335552 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. മാനവ മൈത്രി സന്ദേശം വിളിച്ചോതി മൈത്രിയുടെ ഇഫ്താർ വിരുന്ന് ശ്രദ്ധേയമായി. സംഖ്യ BMC ഹാളിൽ മൈത്രി അംഗങ്ങളും കുടുംബാംഗങ്ങളും ക്ഷണിക്കപ്പെട്ട അതിഥികളും പങ്കെടുത്ത ഇഫ്താർ വിരുന്ന് മഹറൂഫ് നവാസിന്റെ ഗിറാത്തോടെയാണ് ആരംഭിച്ചത്. മാനവ സമൂഹത്തിന്റെ ഉന്നമനത്തിനും യുവതലമുറയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിൽ നാം ജാഗ്രത പാലിക്കണമെന്നും റമളാൻ സന്ദേശത്തിൽ മൈത്രി രക്ഷാധികാരി സെയ്ദ് റമദാൻ നദ്വി വ്യക്തമാക്കി. മൈത്രി പ്രസിഡന്റ് സലീം തയ്യിൽ അധ്യക്ഷത വഹിച്ച ഇഫ്താർ വിരുന്നിൽ ന്യൂ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഗോപിനാഥ മേനോൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ഫ്രാൻസിസ് കൈതാരത്ത്, സാമൂഹിക പ്രവർത്തകരായ KT സലീം, സൽമാനുൽ ഫാരീസ്, EV രാജീവൻ, പ്രൊഫസർ വേണുഗോപാൽ, മുസ്തഫ പടവ്, കുടുംബവേദി, KPA ട്രഷറർ ജമാൽ, വൈസ് പ്രസിഡന്റ് നൌഷാദ് മഞ്ഞപ്പാറ, രക്ഷാധികാരി നിസാർ കൊല്ലം, മുൻ പ്രസിഡന്റുമാരായ ഷിബു പത്തനംതിട്ട, സിബിൻ സലീം, ബിനു ക്രിസ്റ്റി, KCA സെക്രട്ടറി ഹരീഷ് നായർ എന്നിവർ ആശംസകൾ നൽകി സംസാരിച്ചു. ജനറൽ സെക്രട്ടറി സക്കീർ ഹുസൈൻ സ്വാഗതം പറഞ്ഞ ഇഫ്താർ വിരുന്ന് ചീഫ് കോർഡിനേറ്റർ സുനിൽ ബാബു നിയന്ത്രിച്ചു. ജോയിന്റ് സെക്രട്ടറി ഷബീർ അലി, അസിസ്റ്റന്റ് ട്രഷറർ ഷാജഹാൻ, ചാരിറ്റി കൺവീനർ അൻവർ ശൂരനാട്, മെമ്പർഷിപ്പ് കൺവീനർമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ട്രഷറർ അബ്ദുൾ ഭാരി നന്ദി പറഞ്ഞു. ജമാൽ ഇരിങ്ങൽ ചെയർമാനായും യോഗാനന്ദൻ കശ്മിക്കണ്ടി ജനറൽ സെക്രട്ടറിയായും പലിശ വിരുദ്ധ സമിതി പുനഃസംഘടിപ്പിച്ചു. പ്രവാസ സമൂഹത്തിനിടയിൽ സാമ്പത്തിക ചൂഷണത്തിനിരയാകുന്ന പ്രവാസികൾക്ക് ആശ്വാസമേകുക എന്ന ലക്ഷ്യത്തോടെയാണ് സമിതി രൂപീകരിച്ചത്. പ്രവാസി സെന്ററിൽ നടന്ന ജനറൽ ബോഡി യോഗത്തിൽ നാസർ മഞ്ചേരി, ഷാജി മുതല, മനോജ് വടകര എന്നിവരെയും വൈസ് ചെയർമാൻമാരായും ദിജീഷ് കുമാറിനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. അഷ്കർ പുഴിത്തല, സലാം മമ്പാട്ടുമൂല, അനസ് റഹീം, ഫൈസൽ പട്ടാണ്ടി എന്നിവർ കൺവീനർമാരാണ്. PR മീഡിയ സെക്രട്ടറി ബദ്രുദ്ദീൻ പൂവാർ, സുബൈർ കണ്ണൂർ, PV രാധാകൃഷ്ണപിള്ള, അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ, ഹബീബുർ റഹ്മാൻ, ബിനു കുന്നന്താനം, ബഷീർ അമ്പലായി, ഫ്രാൻസിസ് കൈതാരത്ത് എന്നിവർ രക്ഷാധികാരികളാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ പലിശ വിരുദ്ധ സമിതി നടത്തിയ പ്രവർത്തനങ്ങളിൽ ബഹ്റൈനിലെ മുഴുവൻ സാമൂഹിക പ്രവർത്തകരുടെയും സഹകരണം സമിതിക്ക് ലഭിച്ചതായും യോഗത്തിൽ സംസാരിച്ചവർ ചൂണ്ടിക്കാട്ടി. നിരവധി പ്രവാസികൾ പലിശ മാഫിയയുടെ ചൂഷണത്തിന് വിധേയമാവുകയും പരാതികളുമായി സമിതിയെ സമീപിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ സാമൂഹിക വിപത്തിനെതിരെ ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് ആവശ്യമെന്നും യോഗത്തിൽ സംസാരിച്ചവർ കൂട്ടിച്ചേർത്തു. ബഹ്റൈന്റെ വിവിധ ഭാഗങ്ങളിൽ യാത്രക്കാർക്ക് നോമ്പുതുറ വിഭവങ്ങളുമായി പ്രത്യേകം സജ്ജീകരിച്ച ഇഫ്താർ ടെന്റൊരുക്കി ബഹ്റൈൻ SKSSF വിഖായ ടീം. ക്യാപിറ്റൽ ഗവർണറേറ്റ് സമസ്ത ബഹ്റൈന് നൽകി വരുന്ന ഭക്ഷണ കിറ്റ് വിവിധ ഏരിയ കമ്മിറ്റികളുടെ സഹകരണത്തോടെ മനാമയിലും ഹിദ്ദിലും ഈസ്റ്റ് ഏക്കറിലെ തൊഴിലാളികളുടെ ക്യാമ്പിലും നേരിട്ടെത്തിച്ചു കൊടുത്ത് ആശ്വാസമാവുകയാണ് SKSSF ബഹ്റൈൻ വിഖായ ഇഫ്താർ ടെന്റ്. മനാമയിൽ വിതരണം ഉദ്ഘാടനം സമസ്ത ബഹ്റൈൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ സയ്യിദ് പുക്കോയ തങ്ങളും ഹിദ് ഏരിയ വൈസ് പ്രസിഡന്റിന്റെ മുഹമ്മദ് യാസർ ജിഫ്രി തങ്ങൾ നിർവഹിച്ചു. SKSSF ബഹ്റൈൻ ജനറൽ സെക്രട്ടറി നവാസ് കുണ്ട്ര, ജോയിന്റ് സെക്രട്ടറിമാരായ നേതൃത്വം നൽകിയത്. മുഹറക് കാസിന കൂട്ടായ്മ ഇഫ്താർ സംഗമവും വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു. 100ഓളം അംഗങ്ങൾ പങ്കെടുത്ത ചടങ്ങിൽ ബഹ്റൈൻ ദേശീയ ക്രിക്കറ്റ് ടീമിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരവും നിരവധി മികച്ച പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള മലയാളി താരം മുഹമ്മദ് ബാസിലിനെ ആദരിച്ചു. തുടർന്ന് PGFന്റെ മികച്ച കൗൺസിലർ അവാർഡ് നേടിയ മുഹമ്മദ് റഫീഖൊപ്പം പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന ദിവ്യ പ്രമോദ്, ദിയ, ദിശ എന്നിവരെയും ആദരിച്ചു. സംഘടനയുടെ ഭാരവാഹികൾ പരിപാടിക്ക് നേതൃത്വം നൽകി.
റിസാല സ്റ്റഡി സർക്കിൾ സംഘടിപ്പിച്ചു വരുന്ന ഖുറാൻ പാരായണ മനപ്പാഠ മത്സരമായ 8ാമത് എഡിഷൻ തർത്തിൽ 2025 സോൺതല മത്സരങ്ങൾ സമാപിച്ചു. ഖുറാൻ പാരായണത്തിന് പുറമെ ഖുറാൻ ക്വിസ്, റിഹാബുൽ ഖുറാൻ, സെമിനാർ, മുബാഹസ തുടങ്ങിയ മത്സരങ്ങളും തർദീലിന്റെ ഭാഗമായി നടന്നിരുന്നു. റിഫ സോണിൽ ഹമദ് ടൗൺ സെക്ടർ ജേതാക്കളായി. ഇസ ടൗൺ സെക്ടർ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ബുഹ്റക് സോണിൽ ഗുദൈബിയ സെക്ടർ ജേതാക്കളായി. കസിനോ സെക്ടർ 2ാം സ്ഥാനം കരസ്ഥമാക്കി. മനാമ സോണിൽ സൽമാബാദ് സെക്ടർ ജേതാക്കളായി. ആശങ്കകൾക്കും അനിശ്ചിതങ്ങൾക്കും ഒടുവിൽ മക്കയിൽ നിന്ന് കാണാതായ കണ്ണൂർ കൂത്തുപറമ്പ് ഉള്ളിവീട്ടിൽ 60 വയസ്സുകാരി റഹീമയെ കണ്ടെത്തി. KMCC നേതാവും സാമൂഹിക പ്രവർത്തകനുമായ മുജീബ് പൂക്കോട്ടൂരിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഹറമിന് സമീപത്ത് നിന്നും കണ്ടെത്തിയത്. വ്യാഴാഴ്ച രാത്രിയിൽ മകനും മരുമകളുമൊത്ത് ഹറമിൽ തവാഫ് നടത്തിയതിനു ശേഷം ഹോട്ടലിലേക്ക് മടങ്ങും വഴിയാണ് റഹിമ കൂട്ടം തെറ്റിപ്പോയത്. ഹറമിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അകലെയുള്ള ഗുദൈ പാർക്കിന് സമീപത്തെ ബസ് സ്റ്റേഷനിൽ നിന്ന് തിങ്കളാഴ്ച രാത്രി 11:30 കണ്ടെത്തിയത്. അമ്മയെ കണ്ടെത്താൻ സഹായിച്ച എല്ലാവരോടും മകൻ ഫനിൽ ആസാദ് നന്ദി പറഞ്ഞു. കോഴിക്കോട്ട് നിന്ന് ബഹ്റൈൻ ദോഹ മേഖലകളിൽ സർവീസ് നടത്തുന്ന ഗൾഫ് എയർ സർവീസസ് അവസാനിപ്പിക്കുന്നു. 31 പുലർച്ചെ 5 വിമാനത്തോടെ 7 വർഷം നീണ്ട ഗൾഫ് എയർ സർവീസ് അവസാനിക്കും. എയർ ഇന്ത്യ തുടങ്ങിവെച്ച സർവീസ് പിൻവലിക്കലിൽ കരിപ്പൂർ വിടുന്ന 3ാമത്തെ കമ്പനിയാണ് ഗൾഫ് എയർ. സർവീസ് പുനഃക്രമീകരണത്തിന്റെ ഭാഗമായാണ് കോഴിക്കോട് സർവീസ് പിൻവലിക്കുന്നതെന്നാണ് ഗൾഫ് എയർ പറയുന്നത്. ലാഭത്തിൽ പ്രവർത്തിച്ചിരുന്ന സർവീസ് നിർത്തലാക്കാനുള്ള തീരുമാനം യാത്രക്കാർക്ക് ഇരുട്ടടിയാണ്. സ്വകാര്യ സർവകലാശാല ബിൽ പാസാക്കി കേരള നിയമസഭ. കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവാണ് ബില്ല് സഭയിൽ അവതരിപ്പിച്ചത്. തുടർന്ന് കഴിഞ്ഞ ദിവസം ഇന്നും നീണ്ടുനിന്ന ചർച്ചയ്ക്കൊടുവിലാണ് ബില്ല് സഭ പാസാക്കിയത്. CPMന്റെ നയം മാറ്റത്തെ സ്വീകരിക്കുന്നുവെങ്കിലും സ്വകാര്യ സർവകലാശാല ബില്ലിലെ വിവിധ പ്രശ്നങ്ങളെ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. സ്വകാര്യ സർവകലാശാല ബില്ലിൽ ആശങ്കയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ബില്ലിനെ തത്വത്തിൽ എതിർക്കുന്നില്ലെന്നും സ്വകാര്യ സർവകലാശാലകൾ പൊതുമേഖലയിലെ സർവകലാശാലകളെയും കോളേജുകളെയും എങ്ങനെ ബാധിക്കൂ എന്ന് പഠിക്കണമെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. മുണ്ടക്കൈ ചുരൽമല പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പ് നിർമ്മാണത്തിന് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 78 ഹെക്ടർ ഭൂമി സർക്കാർ ഏറ്റെടുത്തു. 26 കോടി രൂപ ഹൈക്കോടതിയിൽ കെട്ടിവെച്ചാണ് ഔദ്യോഗിക ഏറ്റെടുക്കൽ. മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ടൗൺഷിപ്പിന് തറക്കല്ലിടും. വയനാട് MP പ്രിയങ്ക ഗാന്ധി ചടങ്ങിൽ പങ്കെടുക്കും. ഭൂമി ഏറ്റെടുക്കലിന് ഹൈക്കോടതി അനുമതി ലഭിച്ചതോടെയാണ് നടപടികൾ വേഗത്തിലായത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.